എൻ്റെ പേര് ദിവ്യ റോസ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? എല്ലാവരും കാലിന്റെ മേൽ കാലൊക്കെ ഇട്ട് ചായയൊക്കെ കുടിച്ചായിരിക്കും ഇപ്പൊ ഈ പ്രോഗ്രാം കാണുന്നത്. അപ്പൊ അതൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈലിന് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയ ദിവസമാണ് ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. നമ്മുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും ആത്മീയമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഏക സൊല്യൂഷനാണ് യോഗ എന്ന് പറയുന്നത്. നമുക്ക് യോഗ എങ്ങനെ ചെയ്യാം, എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ശ്രീകാര്യം ജംഗ്ഷനിൽ തന്നെയുള്ള ബി സ്ട്രോങ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലാണ്. നമുക്ക് ഇവിടുത്തെ ട്രെയിനറിനെ പരിചയപ്പെട്ട് നമുക്ക് യോഗയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അത് പോരാതെ ഒരു ബിഗിനർ ലെവൽ യോഗ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് അനന്തു, നമ്മുടെ ബി സ്ട്രോങ് ഫിറ്റ്നസ് സ്റ്റുഡിയോയിലെ ട്രെയിനറാണ്. അപ്പം നമുക്ക് അനന്തു ആയിരിക്കും ഇന്ന് എന്താണ് യോഗ, എങ്ങനെയാണ് നമ്മൾ യോഗ ചെയ്യേണ്ടത് എന്നൊക്കെ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വെൽബീയിങ് ഒഴികെ നമ്മുടെ ഹെൽത്തിനാണ് നമ്മൾ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ്. പക്ഷെ നമുക്ക് എല്ലാ ദിവസവും ഒരു ഫിറ്റ്നസ് സ്റ്റുഡിയോയിൽ വരികയോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോവുകയോ പുറത്തൊരു സ്ഥലത്ത് പോയി നമുക്ക് ട്രെയിൻ ചെയ്യാൻ പലർക്കും പറ്റില്ല. കാരണം ഞാനൊരു വർക്കിംഗ് വിമൻ ആണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ലൈഫ് എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിൽ നിന്നും കുറേ സമയം ഇവിടെ ജിമ്മിൽ ട്രാവലിംഗ് ടൈമും ഒക്കെ ഹാൻഡിൽ ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അനന്ത് നമുക്ക് ഇന്ന് പറഞ്ഞു തരുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഒരു എക്യുപ്മെന്റ്സും ഇല്ലാതെ നമ്മുടെ ഫിറ്റ്നസ് ജേർണി ഒന്ന് ട്രിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് യോഗയിലൂടെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അനന്തു എന്ന് പറഞ്ഞു തരുന്നത്. സോ ഓവർ ടു അനന്തു, എങ്ങനെയാണ്, അപ്പൊ എന്താണ് നമുക്ക് ഈ യോഗ തരുന്ന ഒരു ഗുഡ് കാര്യം എന്താണ്? അതെ, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാവർക്കും മാക്സിമം ജിമ്മിൽ വരാനോ സ്റ്റുഡിയോയിൽ ഒന്നും ചെയ്യാനോ സമയം കിട്ടുന്നില്ല. അവരുടെ ലൈഫ് സ്റ്റൈലും വർക്ക് ലൈഫ് ബാലൻസിങ്ങും കുറെ അവർക്ക് പറ്റാതായിരിക്കുന്ന മെയിൻ ഇഷ്യൂസ് അറിയാം. ഇപ്പൊ ഈ കുട്ടികളാവട്ടെ, മുതിർന്നവരാവട്ടെ, ഇപ്പം പ്രായമാകരുതാവട്ടെ, എല്ലാവരും ഇപ്പൊ യോഗ ചെയ്യുന്നത് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രോപ്പറായിട്ട് നമുക്ക് ഒരു ബാലൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ട് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ സ്റ്റുഡിയോ തന്നെ വരണം, നമുക്കത് അതുകൊണ്ട് മടിച്ച് വരാതിരിക്കുന്നവരും കുറേ പേരുണ്ടാവും. അതിപ്പം ചിലപ്പോൾ സമയം കിട്ടാറില്ല, വർക്ക് ലൈഫ് ബാലൻസിങ് കൊണ്ടും അവരുടെ സ്ട്രെസ് ആയിരിക്കും, അവരുടെ കുറെ ഡിപ്രഷൻ ഫേസ് കുറേ പേരുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ യോഗ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ വേണ്ടിയാണ്, അങ്ങനെയൊന്നുമല്ല. പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ആൻസൈറ്റി ലെവൽ, നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. ഇപ്പൊ കുട്ടികൾക്ക് തന്നെ നല്ല ഒബ്സെറ്റ് ചെയ്യണം. ഇപ്പൊ ഈ കുട്ടികൾ വളർന്നു വരുന്നത് പിന്നെ ഇപ്പം കുറച്ച് ഈ കൂനൊന്നും പ്രോപ്പറായിട്ട് അവർക്ക് ഒരു സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർ പോസ്റ്റ് പോലും ഇപ്പൊ ഇല്ലാതെ ഇരിക്കുന്നത്. ജനറേഷൻ തന്നെ ഉറപ്പായിട്ട് യോഗ എന്ന് പറയുന്നത്. ഞാനൊരു ബിഗിനറാണ്, എനിക്ക് യോഗയെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പൊ എന്നെ എങ്ങനെയാണ് അനന്ത് യോഗ ട്രെയിൻ ചെയ്യാൻ? ഉറപ്പായിട്ട് നമുക്ക് ആസന ബേസ് നമ്മളിപ്പോ പ്രോപ്പറായിട്ട് ഓരോ ആസനം ചെയ്താലും, അതുപോലെ ബ്രീതിങ് ടെക്നിക്സ്, യോഗ എന്ന് പറയുന്നത് തന്നെ ബ്രീതിങ് ടെക്നിക്സും നമുക്ക് ആസനാസും നമ്മുടെ പോസ്റ്റേഴ്സും ആണ്. ഫ്ലെക്സിബിലിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ നമുക്ക് ചെറിയ ആസനാസ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 7 ആസന തന്നെ ചെയ്യാൻ പറ്റും. അതിന് എക്യുപ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പില്ലോ തന്നെ മതിയാവും, ഒരു മാറ്റ് ഉണ്ടാവും, മാറ്റ് തന്നെ മതിയാവും. നമുക്ക് അങ്ങനെ വെച്ച് ചെറിയ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് യോഗയുടെ ഒരു തുടക്കം ഇന്ന് തന്നെ കുറിക്കാം. ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ യോഗയുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അനന്തു, ഏത് ആസനമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് തടാസനയാണ്. ഓക്കെ, തടാസന എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ബേസ് നമ്മുടെ എങ്ങനെയാണ് നിൽക്കുന്ന പോസ്റ്റർ കറക്റ്റ് ആവണം ആദ്യം. ഓക്കെ, അതാണ് ഓവറോൾ ബോഡി മസിൽസ്. അതുപോലെ തന്നെ നമ്മൾ സിയാറ്റിക്ക സ്പേസ് കുറേ പെയിൻസ് ഉണ്ടാവും, കുറേ പേർക്ക് പെയിൻ ഉണ്ടാവും. അതെല്ലാം ഒന്ന് മാറ്റുന്ന പോലെയും നന്നായിട്ട് നമ്മുടെ ഒരു പോസ്റ്റർ കറക്ഷനും ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയാണ് നമ്മൾ തടാസന ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നിൽക്കാറുണ്ട്, എല്ലാ ദിവസവും എപ്പോഴും നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പക്ഷേ എങ്ങനെ പ്രോപ്പറായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ ആസനം ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഉറപ്പായിട്ടും. അത് നമ്മൾ നിൽക്കേണ്ടത് കുറച്ചുകൂടി ഒന്ന് വൈഡ് അപ്പാർട്ട്, പ്രോപ്പർ സ്റ്റാൻഡ് നിൽക്കുക, നേരെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി, നമ്മുടെ ചെസ്റ്റ് ലെവൽ കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആയിരിക്കുക. ബോഡി സ്ട്രെങ്ത്, പോസ്റ്റർ കറക്റ്റായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത്, കോർ നല്ല എൻഗേജ് ചെയ്ത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക കേട്ടോ. പതിയെ നിന്നിട്ട് സ്ലോലി നമ്മുടെ കാഫ് ഫേസ്, നമ്മുടെ ടോ റൈസ് ഒന്ന് പതുക്കെ ഒന്ന് റേസ് ചെയ്യുക. ബോഡി ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിർത്തിയിട്ട് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് പതുക്കെ താഴുക. ഒരു ബിഗിനർ ലെവലാകുമ്പം ആദ്യമേ അവർക്ക് ഫുള്ളി വന്ന് നിർത്തി ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അവർക്ക് എങ്ങനെയാണത് ലൈക്ക് സ്ലോലി നമ്മൾ റേസ് ചെയ്യുന്നു, അവിടെ നിന്ന് ഹോൾഡ് ചെയ്യുക, പതുക്കെ അവിടെ നിന്ന് നേരെ സ്ലോലി ഇറക്കി ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രീത്തിങ് വിടാതെ നോക്കുക, ബ്രീത്തിങ് പ്രോപ്പർ ആവുക. ആ സമയത്ത് ലൈറ്റായിട്ട് നമ്മൾ നൈസായിട്ട് നമ്മുടെ കൈ ഒന്ന് റേസ് ചെയ്ത്, ഓക്കെ, പതിയെ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് റേസ് ചെയ്ത്, ലെഗ് ഒന്ന് റേസ് ചെയ്ത് പതിയെ നമ്മളെ കൊണ്ട് പതുക്കെ ഹാൻഡ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി ഒന്ന് ഹോൾഡ് ചെയ്യുക. ബോഡി ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പതിയെ എൻഗേജ്, പതുക്കെ എപ്പോഴാണോ പോകുന്നത് അപ്പോൾ പതിയെ താഴെ കൈ പതുക്കെ. ഓക്കെ, സ്ലോലി ചെയ്താൽ മതി.
ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ കാലം? എനിക്ക് ആക്ച്വലി കാഫിനൊക്കെ ഭയങ്കര ഒരു റിലാക്സ്ഡ് അതെ നമ്മളൊരു ഓവറോൾ സ്ട്രെയിൻ ഉണ്ടാവും. ആദ്യമേ നമ്മളിപ്പോൾ ഒരു പ്രാക്ടീസ് കാരണം നമുക്ക് അത് ഓക്കെ ആവുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത പോസിലൂടെ നമുക്ക് പോകാം. അടുത്ത പോസ് നമുക്ക് ചെയ്യാൻ വേണ്ടതെന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ പോസാണ്. ട്രയാങ്കിൾ പോസ് ഓർ ത്രികോണാസന. ഓക്കെ, ത്രികോണാസനയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രോപ്പറായിട്ട് ആദ്യം ഒന്ന് വൈഡ് അപ്പാർട്ട് നിൽക്കുക. പ്രോപ്പറായിട്ട് ലെഗ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി നന്നായി വൈഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഏത് ലെഗാണോ, റൈറ്റ് ലെഗ് ആണെങ്കിൽ റൈറ്റ് ലെഗ് പതിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മുടെ ലെഗ് ഹാൻഡ്സ് ഒന്ന് ഷോൾഡർ ലെവൽ പ്രോപ്പർ ധരിക്കുക. ഓക്കെ, ദെൻ പതിയെ ഹിപ്പ് നന്നായിട്ട് ഒന്ന് മാക്സിമം ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു ബിഗിനർ ലെവൽ ആവുന്നത് ഒരു സ്ട്രിംഗിൽ ടച്ച് ചെയ്താൽ മതിയായിരിക്കും. സ്ട്രിംഗിൽ ടച്ച് ചെയ്തിട്ട് പതിയെ ഹോൾഡ് ചെയ്യുക. പിന്നെ ഹോൾഡ് ചെയ്ത് നേരെ ഒന്ന് ആദ്യം സ്ട്രെയിറ്റ് നോക്കുക. ഇഫ് യു ആർ ഓക്കെ ദെൻ സ്ലോലി ഒന്നത് മുകളിലോട്ട് നോക്കി പതിയെ ഒന്ന് ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് ലെഗിൻ്റെ ഫൂട്ടിൻ്റെ അവിടെ വരെ ലെവൽ വരെ പോവാം. ഓക്കെ, കാലിൻ്റെ സ്ട്രൈറ്റ് നന്നായിട്ട് സ്ട്രെങ്ത് ചെയ്ത് സ്ലോലി അത് എൻഗേജ് ചെയ്ത് പതിയെ സ്ട്രൈറ്റ് ചെയ്ത് ദെൻ കം ബാക്ക്, ദെൻ സ്ട്രൈറ്റ്. ഓക്കെ, കാൽ നേരെ വയ്ക്കുക. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ അടുത്ത ലെഗ് അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക. ദെൻ ഹിപ്പ് നന്നായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് ആ ലെഗ് ഒന്ന് നന്നായിട്ട് ബെൻഡ് ചെയ്യാതെ പതുക്കെ സ്ട്രെങ്ങിൽ വയ്ക്കുക. ഈ സ്ട്രെങ്ങിൽ നിന്ന് നേരെ ഒന്ന് സ്ലോലി ഡൗൺ ചെയ്ത് നേരെ നോക്കി ആദ്യം ബിഗിനർ ലെവൽ വേനെ നോക്കിയിട്ട് പതിയെ ഒന്ന് മുകളിലോട്ട് നോക്കുക. ഓക്കെ, അവിടെ നിന്ന് ഹോൾഡ് ചെയ്യുക. ആ പോസ്റ്റിലും ഹോൾഡ് ചെയ്ത് ഒന്ന് ബ്രീത്തിങ് മറക്കരുത് കേട്ടോ. പതിയെ ബ്രീത്ത് ചെയ്ത് then inhale up, exhale, straight. ഓക്കെ, അതാണ് നമ്മൾ ട്രയാങ്കിൾ പോസ് എന്ന് പറയുന്നത്. ഈ പോസ് കാരണം നമുക്ക് പ്രോപ്പർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റർ കറക്ഷൻ, ബാക്ക് പെയിൻ. ഇപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് വരുന്നതിന് ഇപ്പോൾ മാക്സിമം പ്രൊലോങ്ഡ് സിറ്റിംഗ് ബേസ് ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടാവും. ആ ബാക്ക് പെയിനൊക്കെ ഒന്ന് റിലീഫ് ഉണ്ടാകാൻ വേണ്ടി ഈ ഒരു പോസ് നല്ലൊരു റിലീഫ് ഉണ്ടാവും. ഈ ആസനം ഒന്ന് മാക്സിമം ഒരു 5 പ്രാവശ്യം ഒരു 6 പ്രാവശ്യമെങ്കിലും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അടുത്ത ആസനം നമുക്ക് വൃക്ഷാസനം ചെയ്യാം, അല്ലെങ്കിൽ ട്രീ പോസ്. ഓക്കെ, ട്രീ പോസിന് നമ്മൾ ബാലൻസിങ് ആണ്. ബോഡി ബാലൻസിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനും സെറിബലം ഫംഗ്ഷൻ ബേസ് നമുക്ക് കൂടുതൽ സപ്പോർട്ടിങ്, അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് പോസ്റ്റേഴ്സും കോൺസെൻട്രേഷൻ കൂടും. ഉറപ്പായിട്ടും കോൺസെൻട്രേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ കുറേ നമ്മുടെ ബോഡി ബാലൻസിങ്ങും കാര്യങ്ങളും ഫ്ലെക്സിബിലിറ്റി പോസ്റ്റേഴ്സും അതുപോലെ കോർ സ്ട്രെങ്തനിങ്ങും അതിനെല്ലാം കൂടി ഒരു നല്ലൊരു പോസ്റ്ററാണ് ട്രീ പോസ്. അത് നമുക്ക് ബിഗിനർ ലെവൽ എങ്ങനെ ചെയ്യാം, കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ലെവലായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ആദ്യം ഒരു ട്രീ പോസിന് വീസ് നമുക്ക് കാലാദ്യം നേരെ പ്രോപ്പറായിട്ട് നമ്മുടെ കോർ എൻഗേജ് ചെയ്ത് നമ്മൾ എങ്ങനെയാണോ തടാസനം നിന്നത് അതുപോലെ തന്നെ നിൽക്കുക. അതുപോലെ തന്നെ നൈസായിട്ട് വേണ്ട നൈസ് നമ്മുടെ പ്രോപ്പർ ബോഡി കോർ സ്ട്രെങ്തനിങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാൽ മതി. ഓക്കെ, ജസ്റ്റ് നല്ല പുഷ് ചെയ്ത് വയ്ക്കുക. സ്പൈൻ കുറച്ച് ന്യൂട്രലായിട്ട് വയ്ക്കുക. ഓക്കെ, സ്പൈൻ ന്യൂട്രലൈസ് ചെയ്ത് പതിയെ നമ്മൾ ആദ്യം ഒരു ബിഗിനർ ലെവലാകുമ്പോൾ നമുക്ക് ഈ ലെവൽ മതി. ഈ ലെവലൊന്ന് ഹോൾഡ് ചെയ്ത് പതിയെ നമുക്ക് ചെസ്റ്റ് ലെവലൊന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാം. ഓക്കെ, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ മറക്കരുത്. പതിയെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പതുക്കെ മാറ്റി. ഓക്കെ, അഗൈൻ അടുത്ത അതേപോലെ തന്നെ അടുത്ത ലെവലിലോട്ട് അടുത്ത കാലം നമ്മുടെ പതിയെ ഒന്ന് സ്ട്രെങ് ലെവലിലോട്ട് ഹോൾഡ് ചെയ്ത് കൈ ഇങ്ങനെ കൂപ്പി നിൽക്കുക. കാലൊന്ന് പ്രോപ്പർ സ്റ്റേബിൾ, കോർ സ്ട്രെങ്ത് ചെയ്യുക. അതെ, കോർ സ്ട്രെങ്ത് ചെയ്ത് ബാലൻസ് ചെയ്ത് നന്നായിട്ട് പതിക്കെ ചെയ്താൽ. ഓക്കെ, ഇൻ കേസ് കുറച്ചുകൂടി നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു, ഇൻ കേസ് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. വാൾ സപ്പോർട്ടോടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. വാളിൽ കുറച്ചും കൂടെ ബോഡി ഒന്ന് ബാലൻസ് ചെയ്ത് ബോഡി ഒന്ന് ന്യൂട്രൽ ചെയ്യുക. ഓക്കെ, ഇനി പതിയെ ഒന്ന് കാലൊന്ന് ജസ്റ്റ് ഈ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ഇതിലെ ആ ലെവൽ ഈ സ്ട്രിങ്ങിൻ്റെ ഇതിലൂടെ വെച്ച് കൊടുത്താൽ മതി. ഇത്രയും വേണ്ട, ഇത്രയും മതി. എടുത്ത് പതുക്കെ പോസ്റ്റർ ഒന്ന് കറക്റ്റ് ചെയ്ത് അങ്ങ് ഹോൾഡ് ചെയ്ത് നിർത്തിയാൽ മതി. ഓക്കെ, അങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്യുക, ബ്രീത്ത് ചെയ്യുക പ്രോപ്പറായിട്ട്. കോർ നല്ല സ്ട്രെങ്തൻ ചെയ്ത് ന്യൂട്രലൈസ് ചെയ്ത് പതിയെ ബ്രീത്ത് ഔട്ട്. അഗൈൻ ബ്രീത്ത് ഔട്ട്. സോറി, പതിയെ എൻഗേജ് ചെയ്താൽ മതി. കാലൊന്ന് കുറച്ചുകൂടെ ഒരു ലെവലൊന്ന് പുഷ് ചെയ്ത്. ഓക്കെ, അല്ല കൂളായി കാല് മാറ്റി.
അപ്പൊ അതിന് നമ്മൾ അടുത്തതായിട്ട് ഏത് ആസനമാണ് ചെയ്യാൻ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാദഹസ്താസനാണ് ചെയ്യാൻ പോകുന്നത്. പാദം, കാലും കൈയും, ഹസ്തം, കൈ അല്ലേ? ഹസ്താസന. ഓക്കെ. പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ ബോഡി സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ബാക്കും കോർ സ്ട്രെങ്തനും എല്ലാത്തിനും വേണ്ടിയാണ് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ആസന ആണ് നമ്മുടെ ഈ പാദഹസ്താസന ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഫ്ലെക്സിബിലിറ്റിയും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? തീരെയില്ലാത്ത സാധനമാണ് ഫ്ലെക്സിബിലിറ്റി. അതെ അതെ, നമുക്കത് എങ്ങനെയാണ് ഇത് കൂടുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, ഷുവർ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അത് നേരെ നിർത്തിയ ബോഡി ഒന്ന് സ്പൈൻ പ്രോപ്പറായിട്ട് ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുക. അതുപോലെ തന്നെ കൈ കാലിൻ്റെ ഫീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടൊന്ന് മുട്ട് ആദ്യമേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിഗിനർ ലെവലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ എല്ലാവർക്കും നല്ല പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ആദ്യമേ ചെയ്യുമ്പോൾ നല്ലപോലെ എന്താ ചെയ്യുക, ഒരു പോസ്റ്റേഴ്സ് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ്, യോഗ എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ആദ്യമേ വന്ന് നമുക്ക് എല്ലാം ഒന്ന് പെർഫെക്ഷൻ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വന്നോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളിപ്പം എങ്ങനെയാണ് നമ്മളിപ്പോൾ പെർഫെക്ഷൻ ആയിട്ട് നമ്മുടെ പോസ്റ്റർ ശരിയായില്ലെന്നൊന്നും പറയാവണ്ട. ഒന്ന് മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഒരു സ്ട്രെന്ത് ചെയ്യുക, കാലൊന്ന് പ്രോപ്പറായിട്ട് ഒന്നൊന്ന് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, നന്നായിട്ട് ബ്രീത്ത് ചെയ്യുക. ബ്രീത്തിങ് ആണ് മെയിൻ. പ്രോപ്പർ ബ്രീത്ത് എടുക്കുക. മൂക്കിൽ തന്നെ ബ്രീത്ത് മൂക്കിൽ തന്നെ വിടാൻ നോക്കുക കേട്ടോ. ഇൻഹേൽ ആൻഡ് ഔട്ട് ത്രൂ നോസ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 times നമ്മൾ റെഗുലേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എണീറ്റ് വീണ്ടും ചെയ്യാം, അങ്ങനെയാണോ? 5 times അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്താൽ പൊസിഷനിൽ തന്നെ നിന്നിട്ട് 5 times ബ്രീത്ത് എടുത്തും ബ്രീത്ത് ഔട്ട് ചെയ്ത് പതുക്കെ ഹോൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ഇതുവരെ നമ്മൾ നിന്നിട്ടുള്ള ആസനങ്ങളാണ് ചെയ്തത്. അപ്പൊ ഇനി ഇരുന്നിട്ടുള്ള ആസനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് അനുവിനോട് ചോദിക്കാം. അപ്പൊ അനു, നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇരുന്നിട്ട്? അതെ, നമ്മൾ ഇപ്പം എല്ലാവർക്കും എപ്പോഴും നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്നിരിക്കില്ല. ഇപ്പോൾ കുറച്ച് പേർക്ക് ഇപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളിപ്പം യോഗ ചെയ്യുന്നത് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടിയും കൂടെയാണ്. ഓക്കെ, നമുക്ക് ഇരുന്നിട്ടുള്ള മാറ്റ് കൊണ്ട് എങ്ങനെയാണ് നമ്മളിപ്പോൾ അടുത്ത യോഗ ചെയ്യുന്നത്, അടുത്ത എന്തൊക്കെ പോസ് ഉണ്ട്, എന്തൊക്കെ ആസനമുണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പരിവിതാസനം. പരിവിതാസനം എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡി ട്വിസ്റ്റിംഗ് എന്നാണ്, സീറ്റഡ് ട്വിസ്റ്റ് എന്ന് പറയും. സീറ്റഡ് ട്വിസ്റ്റ് എന്നുള്ള ഈ ട്വിസ്റ്റിംഗ് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിയുടെ ഡീടോക്സിഫിക്കേഷൻ നന്നായിട്ട് നടക്കും. എത്രത്തോളം ഡീടോക്സ് ഉണ്ടോ അതെല്ലാം ടോക്സിസിറ്റി നമ്മളെ നിന്ന് എത്രത്തോളം അകന്നു പോകുന്നതാണ് ഈ ട്വിസ്റ്റിംഗ് എക്സസൈസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, വലിയ ആവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോപ്പർ ബോഡി പോസ്റ്റേഴ്സും ഈ കോർ സ്ട്രെങ്തനിങ്ങിനും എല്ലാത്തിനും വേണ്ടിയാണ് പ്രോപ്പർ നമ്മൾ ഈ ട്വിസ്റ്റിംഗ് എക്സസൈസ് മെയിൻലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇരുന്നിട്ട് നമുക്ക് ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആസന, അതാണ് ഒരു സീറ്റഡ് ട്വിസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബോഡി ഒന്ന് സ്പൈൻ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യുക. ഓക്കെ, പ്രോപ്പറായിട്ട് ഇരിക്കുന്ന തന്നെ കറക്റ്റ് ബാലൻസ് ചെയ്ത് ഓപ്പോസിറ്റ് ബേസ് നമ്മുടെ ഈ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ പ്ലേസ് കൊടുത്തിട്ട് റൈറ്റ് ആണെങ്കിൽ കൊടുത്തിട്ട് ബാക്കിലോട്ട് ഒന്ന് പ്ലേസ് ചെയ്യുക. ഷോൾഡർ ലെന്തിന് കേട്ടോ, കുറച്ചുകൂടെ നല്ല ഷോൾഡർ വിത്തിന് കൊടുത്തിട്ട് സൈഡോട്ട് നോക്കുക. അത് ന്യൂട്രലൈസ് ചെയ്ത് അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ഇറങ്ങല്. എന്നിട്ട് നേരെ സ്ട്രൈറ്റ് വരിക. ബ്രീതിങ്, come on again, breathe to side, and gently back. Okay, slowly. ഡ്യൂറേഷൻ എങ്ങനെയാണ്, എത്ര പ്രാവശ്യം ചെയ്യണം? ഇത് മാക്സിമം നമുക്ക് പറ്റുന്ന ഒരു 5 times or 10 times. ആദ്യമേ ഒരു ബിഗിനർ ഈച്ച് സൈഡ് നമുക്കൊരു 10 times ആദ്യമേ ചെയ്യാം. ബ്രീത്തിങ് അതുപോലെ തന്നെ ബ്രീത്തിങ് മാറരുത്. ബ്രീത്തിങ് പ്രോപ്പറായിട്ട് നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് തന്നെ ബ്രീത്ത് എടുത്തിട്ട് പ്രോപ്പറായിട്ട് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സേൽ ചെയ്യുക. ഓക്കെ, ബോഡി സ്പൈൻ സ്ട്രൈറ്റ് ആകും. ഓക്കെ, കമോൺ ചെയ്ത് ഒരു 5 times നമ്മൾ റിപ്പീറ്റ് ചെയ്യാം. ചെയ്തോളൂ. ട്വിസ്റ്റ് ചെയ്യുക. Yes. Slowly come back. On place it hand. തിരിച്ച് വരയെ പോയി വരിക. ഫൈൻ. ഇന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ഇന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ കിട്ടുന്നതാണ് പറയുന്നത്. ഉറപ്പായും ഡീടോക്സിഫിക്കേഷൻ മാത്രമല്ല ഒരു പ്രോപ്പർ പോസ്റ്റർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, കാരണം നമ്മൾ വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്നാണ് ജോലി. അതെ, വർക്കിന്റെ ബേസിൽ മാത്രമല്ല നമുക്കൊരു കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ കാര്യം മെയിൻലി നമുക്ക് ഉണ്ടാവുന്നത് തന്നെ നമ്മൾ ഈ നിവർന്നിരിക്കുമ്പോഴാണ്. അല്ല, നമ്മൾ ഇപ്പം എപ്പോഴും നോക്കിയാലും നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ തന്നെ പൂവിനുണ്ടാവും, ചിന്തിക്കാനുള്ള ഇതുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ വരെ ഇങ്ങനെ ടിവി ഒക്കെ കാണുമ്പോൾ തന്നെ അവരുടെ പോസ്റ്റർ ഇങ്ങനെയാണ്. അതെ, അതുകൊണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിനും നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ അനുജു അടുത്ത് നമ്മൾ ഏത് ആസനമാണ് ചെയ്യാൻ പോകുന്നത്? അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ പോസ് ഓർ ബാധകോണാസനം. ബാധകോണാസനം നമ്മൾ ചെയ്യുന്നത് ബട്ടർഫ്ലൈ പോസ് ചെയ്യുന്ന സമയം നമ്മുടെ പുറം ഹിപ്പ് കൂടുതൽ പേർക്കും ടൈറ്റ് ആയിരിക്കും. ചില പേർക്ക് മാക്സിമം പേർക്ക് ഇരിക്കാൻ ചമണം കൂടി ഇരിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഓക്കെ, അതാണ് മെയിൻലി ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്. നമ്മൾ സദ്യ കഴിക്കുന്നത് ഇങ്ങനെ അതെ അതെ അതെ, നമ്മൾ ഇരിക്കുന്നത് ഇപ്പോൾ കല്യാണത്തിന് പോകുന്നത്, കല്യാണത്തിന് ഇപ്പോൾ തന്നെ മാക്സിമം ഉള്ളതെല്ലാം എണീക്കൊന്നും ഇരിക്കാൻ പാടായിരിക്കും മെയിൻലി. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പൈൻ പ്രോപ്പറായി യൂട്ടിലൈസ് ചെയ്യാനും നമ്മുടെ ഈ പോസ്റ്റേഴ്സും ഡൈജഷൻ എല്ലാം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കോഴ്സാണിത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. പ്രോപ്പറായിട്ട് ഇരിക്കുക, കാലൊന്ന് നേരെ നിർത്തി വയ്ക്കുക, കാലൊന്ന് ചേർത്ത് വെച്ചിട്ട് മാക്സിമം ഓക്കെ നിവർന്നിരിക്കുക, കാലൊന്ന് ക്ലോസ് ചെയ്യുക, പതിയെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്ത് പ്രോപ്പർ ഒന്ന് പറ്റുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് ഒന്ന് ന്യൂട്രൽ ചെയ്ത് സ്ലോലി ഒന്ന് റേസ് ചെയ്യുക, പതിയെ ഒന്ന് മാക്സിമം ഡൗൺ ചെയ്യുക. ഓക്കെ, yeah, come on again, raise up and slowly push down. നന്നായിട്ട് ഡൗൺ ചെയ്ത് ആദ്യം ഇങ്ങനെ നമുക്ക് ചെറുപ്പം ഇങ്ങനെ പൊങ്ങിയിരിക്കാം. അപ്പോൾ അത് സ്ലോലി നമ്മൾ കണ്ടിന്യൂസ് പ്രാക്ടീസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ യോഗ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് വൈസ് നമുക്കത് മാറ്റിയെടുക്കാറേ ഉള്ളൂ. ഇതല്ല ഇരിക്കുന്നവരുടെ കാല് കണ്ടാൽ തന്നെ അറിയാം ഞങ്ങളുടെ എല്ലാവരുടെയും പൊങ്ങിയായിരിക്കുന്നത്, മാത്രമേ ഉള്ളൂ താഴെ ഇരിക്കുന്നത്. ന്യൂട്രലൈസ് ചെയ്ത് വരുന്നത് തന്നെ ഓക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആദ്യമേ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പില്ലോ യൂസ് ചെയ്ത് പോലും നമുക്ക് അവിടെ പ്ലേസ് ചെയ്ത് സൈഡിൽ പ്ലേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പതിയെ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഭയങ്കര നല്ലൊരു എൽഡർലി ആയിട്ടുള്ളവർക്ക് വെറുതെ നല്ല യൂസ് ചെയ്യുന്നത്, ഡൈജഷൻ ഇഷ്യൂസ്, ബ്ലോട്ടിങ് ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനമാണ് ഈ ബട്ടർഫ്ലൈ പോസ് അഥവാ പദാസനം. ഓക്കെ, ചെയ്തോളൂ പ്രോപ്പറായിട്ട്. ഇത് എത്ര പ്രാവശ്യമാണ് ചെയ്യുന്നത്? ഒരു 15 ടൈംസ് ചെയ്തോളൂ. 15 ടൈംസ് പതിയെ ചെയ്താൽ മതി. ഇതിലും നമ്മൾ ബ്രീത്തിങ് എല്ലാത്തിലും നമ്മൾ യോഗ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ആസന വൈസ് നമ്മൾ എല്ലാത്തിലും ബ്രീത്തിങ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, സിമ്പിളായിട്ട് ചെയ്യുക. ഓക്കെ, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട് സ്ലോലി, അപ്പ് ആൻഡ് ഡൗൺ സ്ലോലി. യെസ് യെസ് പതിയെ ചെയ്യുക. നിവർന്നിരിക്കുക. നമ്മളിപ്പോ ഇപ്പൊ ചെയ്തത് ബട്ടർഫ്ലൈ കോഴ്സ്. അതെ, ബട്ടർഫ്ലൈ കോഴ്സ്. അപ്പൊ ഇനി എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ ബട്ടർഫ്ലൈ കോഴ്സിന്റെ ഒരു ബിഗിനർ ലെവലാണ് ഞാൻ തന്നത്. നമുക്കിപ്പം ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് ചെയ്യാം, അതുപോലെ തന്നെ നന്നായിട്ട് പ്ലേസ് ചെയ്താൽ അത് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ലെവലാണ്. നമ്മൾ അത്രത്തോളം പോകണ്ട. ആദ്യമേ നമുക്ക് ഒരു ഞാൻ പറഞ്ഞ ഒരു ഫൗണ്ടേഷൻ ആണ്. അതെ അതെ, ഒരു ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട് നമുക്കൊരു ഫൗണ്ടേഷൻ ലെവലാണ് നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ക്യാറ്റ് ആൻഡ് കൗ പോസ് ആണ്. ക്യാറ്റ് ആൻഡ് കൗ പോസിൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു പോസ്റ്റേഴ്സും കാര്യം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മുടെ കൈ ഹിപ്പ് ഓപ്പൺ ചെയ്ത് ബാലൻസ് ചെയ്ത് നിൽക്കുക, പതിയെ നന്നായിട്ടൊരു പുഷ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക, നന്നായിട്ട് ബ്രീത്ത് എടുക്കുക. ഇൻഹേൽ കൗ, എക്സ്ഹേൽ ക്യാറ്റ്. ഓക്കെ, പ്രോപ്പറായിട്ട് ന്യൂട്രലൈസ് ചെയ്യുക, ഹിപ്പ് ഒന്ന് അപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പതിയെ നന്നായിട്ട് അപ്പ് ചെയ്ത് ഹോൾഡ് അപ്പ്, നന്നായിട്ട് താഴോട്ട് നോക്കുക കേട്ടോ. പതിയെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഫ്രണ്ടിലോട്ട് വരിക, സ്പൈൻ പ്രോപ്പറായിട്ട്. യെസ്, കുറച്ചുകൂടി ഹിപ്പ് അപ്പ്, നന്നായിട്ട് എടുക്കുക. ഇൻഹേൽ കൗ, എക്സ്ഹേൽ ക്യാറ്റ്. ഓക്കെ, ഓണൊക്കെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യേ. മോൺ ഹിപ്പ് ബാക്ക് പെയിന്, ബോഡി സ്റ്റിമുലേഷൻ എല്ലാം പക്കയായിട്ട് വന്നു. ഓക്കെ, സ്ലോലി. യെസ്, സ്ലോ ഡൗൺ, ഹോൾഡ് again, slow down. Yes, ഇപ്പം നമ്മളിപ്പോൾ നിന്നിട്ടും ചെയ്തു വരുന്നു, ഇരുന്നിട്ടും കിടന്നിട്ടും എല്ലാം ഇപ്പോൾ ചെയ്തായിരുന്നു. നമ്മൾ ഇപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ റിലാക്സേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ശവാസനം, ഒരു ടോപ്സ് പോസ്. അതെ അതെ, എപ്പോഴും അങ്ങനെ ആവരുത്. അതാണ് നമ്മൾ മെയിൻലി നമ്മൾ ചെയ്യേണ്ടത്. ഫുൾ ബോഡി അതുപോലെ തന്നെ എല്ലാ ഈച്ച് മസിൽസും നമ്മൾ റിലാക്സ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഈ ശവാസനം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ശവാസനം? അങ്ങനെയല്ല, അത് ചുമ്മാ കിടക്കുന്നതല്ല ശവാസനം. എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് നമ്മളെല്ലാം റിലാക്സ് ചെയ്ത് ഇതെല്ലാം പ്രോപ്പറാക്കി ഫ്രീ ആയിട്ട് ഒന്ന് കിടക്കുക. നല്ല റിലാക്സ് ചെയ്ത്
എല്ലാം ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് എല്ലാ മൈൻഡൊന്ന് ഫ്രീ ആക്കി ഇങ്ങനെ കിടക്കുക. ഓക്കെ, ഫ്രീ ആക്കി കിടക്കുക. നമ്മുടെ ലെഗ്, ടോസ്, കാലെല്ലാം ജസ്റ്റ് ഒന്ന് സ്ലൈസ്ലി ഒന്ന് റിലാക്സ് ചെയ്ത് സ്ലോലി ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ബ്രീത്തിങ് നന്നായിട്ട് ചെയ്യുക. നല്ല റിലാക്സ് ചെയ്ത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മാത്രം മതി. നേരെ കിടക്കുക, ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് കൈ രണ്ടും സ്ട്രെയിറ്റ് ആയി നല്ലപോലെ കൈ ഒന്നെല്ലാം ഫ്രീ ആക്കി നല്ലപോലെ ഒന്ന് ബ്രീത്ത് ചെയ്ത് മൈൻഡിലൊന്നും വയ്ക്കാതെ ജസ്റ്റ് ഒന്ന് വോളണ്ടറി ആയിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കി തന്നെ ചെയ്യുക. കാരണം കൈ തന്നെ തറ വെച്ച് ലെഗെല്ലാം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ലൈറ്റായിട്ട് കൂളാക്കി നല്ലപോലെ ബ്രീത്ത് എടുക്കുക. സ്ലോലി കാം ഡൗൺ സ്ലോലി സ്ലോലി ചെയ്താൽ മതി. അതൊന്ന് കറക്റ്റ് എല്ലാ നേഴ്സും ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കും. നല്ലപോലെ സ്ലോലി ബ്രീത്ത് എടുത്ത് മൈൻഡ് ഫ്രീ ആക്കി റിലാക്സ് ചെയ്ത് നല്ല റിലാക്സ് ചെയ്ത് ഐസ് ഒന്ന് ക്ലോസ് ചെയ്ത് സ്ലോ ആയിട്ട് ചെയ്യും. ഓക്കെ, ഫൈൻ. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഭയങ്കര റിലാക്സിങ് ആയിരുന്നു. ഞാൻ ആക്ച്വലി ഭയങ്കര വർക്ക് സ്ട്രെസ്സും വർക്ക് ലൈഫ് ബാലൻസിലെ സ്ട്രെസ്സും മൊത്തത്തിൽ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ് ഇത് വന്നത്. പക്ഷേ ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോൾ കുറച്ചെങ്കിലും സ്ട്രെസ്സൊക്കെ പോയി മൊത്തത്തിലൊരു ലൈറ്റ് ഫീലിംഗ് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. അത് വെയിറ്റ് കുറഞ്ഞു എന്നുള്ള ഫീൽ അല്ല, പക്ഷെ നമുക്ക് മെന്റലി ഒരു കുറച്ച് സ്ട്രെസ്സൊക്കെ പോയി ഫ്രീ ആയ ഒരു ഫീൽ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ അതാ പറഞ്ഞത്, യോഗ എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ആണ്. അല്ലാതെ നമ്മളിപ്പം എങ്ങനെയാണ് നമ്മൾ ഫുള്ള് എല്ലാ പോസ്റ്റേഴ്സും നോക്കി നമ്മൾ ഇത് ചെയ്ത തെറ്റാണോ അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് ലെവലിൽ നമ്മൾ കൊണ്ടുപോകാം. ഡെയിലി പ്രാക്ടീസ് ബേസ് നമുക്കൊന്ന് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ മെയിൻലി യോഗയ്ക്കുള്ള ഒരു മെയിൻ കോഡ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, നമ്മളിന്ന് 7 ആസനങ്ങൾ ചെയ്തു. ഡെയിലി ഈ 7 ആസനങ്ങൾ ചെയ്യണോ അതോ എങ്ങനെയാണ് ഇതിന്റെ ഒരു നമ്മൾ ചെയ്തത്? ഒരു ഫൗണ്ടേഷൻ ഓഫ് ഒരു ബിഗിനേഴ്സ് ആസനാസ് ആണ്. അപ്പം ഇത് നമ്മൾ എല്ലാ ഏജ് ഗ്രൂപ്പിനും ചെയ്യുന്ന ഒരു ആസനാസാണ് നമുക്ക് തന്നെ. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഒരു ഓവറായിട്ടുള്ള ഹെക്റ്റിക് ആയിട്ടുള്ള അങ്ങനെ ഒന്നുമല്ല. ഫ്രീ ആയിട്ട് നമുക്ക് ഒരു ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ആസനാസാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു സെലക്ട് ചെയ്തൊരു 4 ആസനസോ 5 ആസനസോ മിനിമം പ്രോപ്പറായിട്ട് അത് തന്നെ അത് നല്ല രീതിയിൽ ഒന്ന് ചെയ്തു വരികയാണെങ്കിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് വരികയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു ഫാറ്റിക്സും അതുപോലെ തന്നെ ഈ ബാക്ക് സ്ട്രെയിനും ഒരു സ്ട്രെസ്സും നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിങ് പറഞ്ഞ പോലെ അതും പ്രൊലോങ്ഡ് സിറ്റിംഗ് ബേസും കുട്ടികൾക്ക് കോൺസെൻട്രേഷനും അതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പം ഈ ശവാസനം നമ്മൾ ഏറ്റവും അവസാനം ഈ കൂൾ ഡൗൺ പോലെ തന്നെ. അതെ, കൂൾ ഡൗൺ നമ്മൾ എപ്പോഴും എന്തായാലും എപ്പോഴും ശവാസനമാണല്ലോ. മെയിൻലി ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ഈ എല്ലാം എങ്ങനെയാണ് മസിൽ ഗ്രൂപ്പ്സിനെ റിലാക്സ് ചെയ്യുന്നതാണ് നമ്മൾ ശവാസനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല ചുമ്മാ കയറി കിടന്ന് ഉറങ്ങുക അങ്ങനെയല്ല. റിലാക്സേഷൻ മേക്ക് ശവാസനം. താങ്ക് യു അനന്തു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്ത ആസനങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അനന്തു പറഞ്ഞതുപോലെ നമ്മുടെ ഡെയിലി ഒരു റുട്ടീനാക്കി ഇതിനെയൊക്കെ മാറ്റാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഒരു ഫീലിംഗ്, ഞാൻ വളരെ ഡീസ്ട്രെസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് ആയിട്ടൊരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളിത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഊഹിച്ചു നോക്കാം എത്രത്തോളം ലൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും, കുട്ടികൾ തൊട്ട് അച്ഛനമ്മമാർ തൊട്ട് അപ്പൂപ്പൻ അമ്മൂമ്മമാർ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ആസനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇന്ന് യോഗാ ദിനമായതുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങി, പക്ഷേ നാളെ അത് നിർത്തിക്കളയരുത്. എല്ലാ ദിവസവും നമ്മൾ രാവിലെ എണീറ്റു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, അതിനോടൊപ്പം തന്നെ ഇതൊരു റുട്ടീനായിട്ട് സെറ്റ് ചെയ്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ വേണ്ട 1/2 മണിക്കൂർ നമുക്ക് പറ്റുന്നത് പോലെ എല്ലാവരും ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് യോഗേനെ കൊണ്ടുപോകണം. അതാണ് വെൽനസ് 18 നിങ്ങൾക്ക് ഇന്ന് യോഗാ ദിനമായിട്ട് തരുന്ന ഒരു വലിയ ഗിഫ്റ്റ്.